അർദ്ധരാത്രിയിലാണ് അയാൾ സാധാരണ ജോലി എടുക്കാറുള്ളത്. അയാൾക്ക് ഒരുപാട് ഫയലുകൾ നോക്കാനുണ്ട്. രാത്രിയെ അയാൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അയാൾക്കുള്ളത് ഒരേ ഒരു മകളാണ്. മകൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് ഉറക്കിയതിന് ശേഷമാണ് അയാൾ തൻ്റെ ജോലി ആരംഭിക്കുന്നത്. അന്ന് രാത്രിയും അയാൾ തൻ്റെ ജോലിക്കിടയിലായിരുന്നപ്പോഴായിരുന്നു ആ സംഭവം. എങ്ങും കനത്ത നിശബ്ദതയായിരുന്നത് കൊണ്ടാവണം അയാൾ അത് കേട്ട് ഞെട്ടിയത്. അച്ഛാ, അച്ഛാ, അയാളുടെ മകൾ വിളിക്കുകയാണ്. ഉറക്കത്തിനിടയിൽ അവളങ്ങനെ വിളിക്കാറില്ല. ചിലപ്പോൾ ഉറക്കത്തിൽ അറിയാതെ വിളിക്കുന്നതാവും. അയാൾ വീണ്ടും ലാപ്ടോപ്പിലേക്ക് കണ്ണു നട്ടു. അച്ഛാ, അച്ഛാ, മകൾ വീണ്ടും വിളിക്കുന്നുണ്ട്. ഇനി കേൾക്കാതെ ഇരുന്നിട്ട് കാര്യമില്ല. അയാൾ എണീറ്റു. അവൾ കിടക്കുന്ന മുറിയിലേക്ക് പതിയെ നടന്നു. കതക് തുറന്ന അയാൾക്ക് കാണാൻ കഴിഞ്ഞത് ദേഹമാസകലം മൂടിപ്പൊതിച്ചിരിക്കുന്ന മകളെയാണ്. എന്തു പറ്റിയെന്ന് ചോദിച്ച അയാളോട് മകൾ പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ കട്ടിലിനടിയിൽ ആരോ ഇരിപ്പുണ്ട്. പെട്ടെന്ന് ഞെട്ടിയെങ്കിലും അയാൾ മകളെ സമാധാനിപ്പിച്ചു. താൻ പുറത്തിരിക്കുകയായിരുന്നല്ലോ എന്നും ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നും അയാൾ മകളോട് പറഞ്ഞു. കിടന്നുറങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ അയാളോട് മകൾ വീണ്ടും പറഞ്ഞു: അച്ഛാ, എൻ്റെ കട്ടിലിനടിയിൽ ആരോ ഇരിപ്പുണ്ട്. അയാൾക്കും പേടി തോന്നി. എൻ്റെ മനസ്സമാധാനത്തിനു വേണ്ടി ഒന്ന് നോക്കച്ചാ എന്ന് മകൾ പറഞ്ഞപ്പോൾ അയാൾ അതിനു തയ്യാറായി. കട്ടിലിനടിയിലേക്ക് പേടിയോടെയാണെങ്കിലും അയാൾ കുനിഞ്ഞു. പേടിച്ച് വിറച്ചിരിക്കുന്ന മകൾ അച്ഛനെ സൂക്ഷിച്ചു നോക്കി. കട്ടിലിനടിയിലേക്ക് അയാൾ നോക്കി. അയാൾ ഞെട്ടിവിറച്ചു. അയാൾ അവിടെ കണ്ടത് പേടിച്ച് വിറച്ചിരിക്കുന്ന തൻ്റെ മകളെ തന്നെയാണ്. അവൾ അച്ഛനോട് പറഞ്ഞു: അച്ഛാ, എൻ്റെ അടുത്ത് വന്നിരിക്കൂ. നമ്മുടെ കട്ടിലിൽ ആരോ ഇരിപ്പുണ്ട്.